പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജാനുവരി മാസം 9 തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെ ഒക്കെ ഉയർത്തി അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം അമേൻ നമ്മളെ അത്ഭുതമായി നടത്തിയ കർത്താവിന് സ്തോത്രം പറയാം. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ നിറഞ്ഞതായ ലോകത്തിൽ കർത്താവ് തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെ കൺമണി പോലെ സൂക്ഷിച്ച് കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. രാത്രികാലം നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ കരുണയെ ഓർക്കുമ്പോൾ നന്ദി, കർത്താവിൻ്റെ കൃപയെ ഓർക്കുമ്പോൾ നന്ദി, കർത്താവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ നന്ദി, അപ്പൻ്റെ വലിയ വാത്സല്യം ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവാകിയാൽ സ്തോത്രം. ആ മുഖത്തേക്ക് നോക്കിയാൽ ആ മുഖത്തെ പ്രകാശിപ്പിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അങ്ങ് സമീപസ്ഥനായ ദൈവമാകിയാൽ സ്തോത്രം. അപ്പോൾ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് അങ്ങയുടെ പൊൻമുഖത്തേക്ക് നോക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരെയും അങ്ങ് കൈവിടത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ മേലും പ്രത്യേക ബ്ലെസ്സിങ്സ് ഉണ്ടാകട്ടെ. പ്രത്യേകമായ ചില കൃപകൾ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ആത്മാവിൻ്റെ പ്രത്യേക ശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. പ്രത്യേക നിറവ് അവരുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ സന്തോഷം വർദ്ധിക്കട്ടെ. ദുഃഖങ്ങൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ അത്ഭുതമായി മാറട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ കരങ്ങളിലേക്ക് തരുന്നു. അതിനകത്ത് അസിഡിറ്റിയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭയങ്കര നെഞ്ചിനകത്ത് എരിച്ചിൽ അനുഭവപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആർത്രൈറ്റിസിനാൽ ഭാരപ്പെടുന്നവർ, പ്രത്യേകിച്ച് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ സ്പിരിറ്റിനെ ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭർസിക്കുന്നു. ആ വളഞ്ഞുപോയ അസ്ഥികൾ നേരെയാകട്ടെ. ജോയിൻറ്റുകൾ സ്റ്റിഫ്നെസ് മാറട്ടെ. ജോയിൻറ്റുകൾ സ്മൂത്തായി മൂവ് ചെയ്യട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത്ഭുതം നടക്കട്ടെ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും പെർഫെക്റ്റ് ഹെൽത്തിലേക്ക് വരട്ടെ. ഡിവൈൻ ഹെൽത്ത് ഉണ്ടാകട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഡിവൈൻ ഹെൽത്ത് ഉണ്ടാകട്ടെ. അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വഴി തുറന്നു കൊടുക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു. കർത്താവ് അവരെ വിടുവിക്കണം. അപ്പോൾ അങ്ങേക്കൊന്നും അസാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. പ്രത്യേകിച്ച് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ബ്ലെസ് ചെയ്യുന്നു. കർത്താവരെ അനുഗ്രഹിക്കണം, ആദരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ കാണുവാനും കർത്താവ് സഹായിക്കണം. അതുപോലെ കർത്താവ് നാളത്തെ സഭായോഗത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹമാണ്. ഈ വർഷത്തെ 2ാമത്തെ വെള്ളിയാഴ്ച ഞങ്ങൾ അങ്ങേ ആരാധിക്കുവാൻ കൂടി വരുവാൻ കർത്താവ് വഴി തുറക്കുന്നതിനായിട്ട് സ്തോത്രം. അത് ഏറ്റവും അനുഗ്രഹമായി തീരുന്നതിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യവും പ്രവൃത്തിയും കാണുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. സകല മഹത്വവും പുകഴ്ചാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാളെ രാവിലെ ഇന്ത്യൻ സമയം നമ്മൾ 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കും. തക്ക സമയത്ത് നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ആരും തന്നെ അത് ഉദാസീനമായി കാണല്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം നമുക്ക് ഈ പ്രഭാതത്തിൽ വായിക്കാം. ജോൺ ചാപ്റ്റർ 16:33. എല്ലാവരും
കേട്ടാട്ടെ, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. യേശു പറഞ്ഞൊരു വാക്യമാണ്. യേശു ഈ ലോകത്തിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത് തൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം സ്വർഗാരോഹണമൊക്കെ ചെയ്യാൻ പോവുക. അപ്പോൾ അതിനു മുമ്പ് താൻ വിടവാങ്ങൽ സന്ദേശം കൊടുക്കുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് എന്നിൽ. അപ്പം നമ്മുടെ സമാധാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലാണ്. കൈകളെ ഉയർത്തിയിട്ട് പറയാം, എൻ്റെ സമാധാനം യേശുവിലാണ്. എനിക്ക് സമാധാനം എൻ്റെ ക്രിസ്തുവാണ്. എൻ്റെ ആശ്വാസം എൻ്റെ ക്രിസ്തുവാണ്. എൻ്റെ സ്വസ്ഥത എൻ്റെ ക്രിസ്തുവാണ്. എൻ്റെ സമാധാനം ക്രിസ്തുവിൽ എന്ന് പറഞ്ഞാൽ, കാരണം എൻ്റെ കൂടെ കർത്താവ് ഉള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം. എനിക്ക് എൻ്റെ ഏത് ആവശ്യത്തിലും എൻ്റെ കൂടെ കർത്താവുണ്ട്. എൻ്റെ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ഈ ലോകത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഞാൻ തനിച്ചല്ല. കാരണം ഞാൻ തനിച്ചാണെങ്കിൽ എനിക്ക് സമാധാനത്തിന് വകയില്ല. എൻ്റെ സമാധാനം എന്ന് പറയുന്നത് യേശുവാണ്. ഈ പ്രഭാതി പറ, ക്രിസ്തുവിലാണ് എൻ്റെ സമാധാനം. ആമേൻ. പലരും ഈ ലോകത്തിൽ പറയും, അയ്യോ ഭാര്യ കൂടെ ഉണ്ടായിരുന്ന ഒരു സമാധാനം ഉണ്ടായിരുന്നു, ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങളിൽ ലോകത്തിലെ പല റിസോഴ്സുകൾ, പല സോഴ്സുകളൊക്കെ നോക്കും. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞാൽ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതാണ് നമ്മുടെ സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ സമാധാനം ആരാണ്? യേശുവാണ് നമ്മുടെ സമാധാനം. യേശു നമ്മുടെ കൂടെയുള്ളതാണ് നമ്മുടെ സമാധാനം. എന്നിട്ട് പറയുക, ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കും. അപ്പം ഇങ്ങോട്ട് നോക്കിയേ, എവിടെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുമ്പോൾ എന്നാ ചെയ്യണം? കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, എൻ്റെ സമാധാനം യേശുവാണ്. കൈ ഉയർത്തിയിട്ട് പറയണം, എൻ്റെ സമാധാനം യേശുവാണ്. ഞാൻ ക്രിസ്തുവിലാണ് സമാധാനിക്കുക. എൻ്റെ കൂടെ യേശു ഉള്ളതാണ് എൻ്റെ സമാധാനം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറഞ്ഞു നോക്കിക്കേ, നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത സമാധാനം അനുഭവിക്കാൻ തുടങ്ങും. അടുത്ത് പറയുന്നു, ഇത് നിങ്ങളോട് ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. ഈ ലോകത്തിൽ കഷ്ടമുണ്ട്. ഈ വിശ്വാസത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും, അതായത് ജീവിത വിശുദ്ധിയോടുകൂടെ യഥാർത്ഥമായി ഒരു ക്രിസ്ത്യൻ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും കഷ്ടമുണ്ട്. അപ്പം നമ്മൾ ചോദിക്കുക, എന്തായി കഷ്ടം? ഒരു ഉദാഹരണം പറയും. ഇപ്പം നമ്മൾ കൈക്കൂലി കൊടുത്താൽ മാത്രമേ ആ കാര്യം നടക്കത്തുള്ളൂ. കൈക്കൂലി കൊടുത്ത് പലരും ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൈക്കൂലി കൊടുക്കുകയല്ല, നമ്മൾ കർത്താവിൽ ആശ്രയിച്ചിരിക്കും. അപ്പം ചിലപ്പം പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം അങ്ങ് നടന്നെന്ന് വരത്തില്ല. പെട്ടെന്ന് നമ്മൾ വിചാരിച്ച പോലെ അത് റെഡിയായെന്ന് വരത്തില്ല. അപ്പോൾ അതൊരു കഷ്ടമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, എൻ്റെ മാത്രം നടന്നില്ല. പക്ഷേ നിനക്ക് വേണ്ടി ദൈവം ഗ്ലോറിയസ് ആയിട്ടുള്ളത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി കാത്തിരിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നിട്ട് പറയുക, എങ്കിലും ധൈര്യപ്പെടുവിൻ. കർത്താവ് പറയുക, ധൈര്യപ്പെടുവീൻ, ധൈര്യമായിട്ടിരിക്കുക, കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള തൻ്റെ സാഹചര്യങ്ങളെ എല്ലാം യേശു ക്രിസ്തു ജയിച്ച് ആ യേശു ഇന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് എന്താണ് വേണ്ടത്? നാം ധൈര്യപ്പെട്ടിരിക്കണം. ആ ക്രിസ്തു നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഒന്നിനും നമ്മളെ ജയിക്കാൻ കഴിയത്തില്ല. നമ്മൾ സകലത്തെയും ജയിക്കുന്ന അനുഭവത്തിൽ വരും. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് അതിനകത്തൊരു ഉറപ്പുണ്ട്? കർത്താവ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ജയിച്ചവൻ, ജയാളിയായവൻ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാനും ജയാളിയായിട്ടാണ് പോകുന്നത്, തോറ്റവനായിട്ടല്ല പോകുന്നത്. അതുകൊണ്ട് എന്തൊക്കെ പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നാലും നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും. കാരണം ക്രിസ്തു എല്ലാത്തിനെയും ഓവർകം ചെയ്തവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മളും ഓവർകം ചെയ്യുക തന്നെ ചെയ്യും. വിശ്വാസമുണ്ടെങ്കിൽ ഒന്നുകൂടൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്തതായ ഒരു ടെംപ്റ്റേഷൻസുമില്ല. ജഡമോഹമായാലും കൺമോഹമായാലും ജീവനത്തിൻ്റെ പ്രതാപങ്ങളായാലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമുക്കതിനെ ഓവർകം ചെയ്യാൻ കഴിയും. ഇന്ന് ഉറക്ക സ്തോത്രം പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. അതുകൊണ്ട് പറയണം, എനിക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. നമ്മുടെ പോരാട്ടം ആരോടാ? ജഡരക്തങ്ങളോടല്ല, നമ്മുടെ പോരാട്ടം വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമ്മുടെ പോരാട്ടം വാഴ്ചകളോടും അധികാരങ്ങളോടും. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണം? നമ്മൾ പലപ്പോഴും ചിന്തിക്കും, അയ്യോ അവരെനിക്കെതിരായിട്ട് നിന്നു, അപ്പോൾ നമുക്ക് പിന്നെ അവരോട് അങ്ങ് ദേഷ്യവും വിഷമമൊക്കെ. അല്ല, അവരിൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ഒരിക്കൽ കർത്താവ് ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ബോട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറുക. അപ്പോൾ കർത്താവ് വെള്ളത്തെ അല്ല ശാസിച്ച്, ഈ വെള്ളം ഇരച്ചു കയറാൻ കാരണമായ കാറ്റിനെയും കടലിനെയുമാണ്. കടലിനോട് ശാന്തമാകുക, കാറ്റിനെ ശാസിച്ചു. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് ഇവിടെ കാറ്റാണ്. അപ്പോൾ കാറ്റിനെയാണ് പിടിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയും, എനിക്കൊരു പ്രൊമോഷൻ കിട്ടുന്നുണ്ട്, പക്ഷേ എൻ്റെ ബോസിന് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് എന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മളെന്നാ ചെയ്യണം? അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്, നമുക്കെതിരായി ചിന്തിപ്പിക്കുന്ന, പ്രവർത്തിപ്പിക്കുന്ന ഒരാത്മാവുണ്ട്.
അതിനെ നമ്മൾ ശാസിക്കണം. അതിന് ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ കൽപ്പിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ജയം ലഭിക്കും. ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ 2 കാര്യങ്ങൾ പരിശുദ്ധാത്മാ നമ്മളെ ഓർപ്പിച്ചു. 1, ക്രിസ്തുവിലാണ് നമുക്ക് സമാധാനം. 2, നമ്മൾ ഇന്ന് ഈ ക്രിസ്തുവിലായിരിക്കുമ്പോൾ നമുക്കൊരു ഉറപ്പ് വേണം, നാം ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഏത് ടെംപ്റ്റേഷനെയും ഏത് പ്രതിസന്ധിയും ജയിക്കാൻ കഴിയും. യേശുവിൻ്റെ നാമം ഉപയോഗിക്കണം. ആ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ജയാളികൾ തന്നെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ സഭായോഗത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. തക്ക സമയത്ത് പങ്കെടുക്കണം. അവൻ ആരും മുടക്കരുത്. ഇവിടെയുള്ള എല്ലാവരും നേരിൽ വന്ന് പങ്കെടുക്കണം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഒന്നിന് പറയാം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സമുദ്രത്തിലെ മണൽത്തരികൾ പോലെ നമ്മൾ വർദ്ധിച്ച് പെരുകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.